തൂക്കുപാലം ചന്ദനമോഷണത്തിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചു. കണ്ടെടുത്ത ചന്ദനം മുണ്ടിയരുമയ്ക്ക് സമീപം ഊന്നുകല്ലിൽ നിന്ന് മുറിച്ചു മാറ്റിയതെന്ന് കണ്ടെത്തി. ചന്ദന മാഫിയയിൽ 12 അംഗങ്ങളുള്ളതായും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. 12 അംഗ സംഘം 2 ടീമായി തിരിഞ്ഞാണ് മോഷണങ്ങൾ നടത്തുന്നതെന്നും വെളിപ്പെടുത്തൽ. 2 സംഘങ്ങളിലും ഉൾപ്പെട്ട 6 പേരെയാണ് ഇതുവരെ പിടികൂടാനായത്. കഴിഞ്ഞ ദിവസം പിടിയിലായ മോഷ്ടാക്കൾ ചന്ദനമരം മോഷ്ടിച്ചത് മുണ്ടിയരുമയ്ക്ക് മുകളിൽ ഊന്നുകൽ ഭാഗത്ത് സർക്കാർ ബ്ലോക്ക് കൊടുത്ത് ക്യാൻസൽ ചെയ്ത സ്ഥലത്ത് നിന്ന് 5 ചന്ദനമരങ്ങളിൽ 4 എണ്ണമാണെന്നാണ് കണ്ടെത്തൽ. ഇവ ചെത്തിയൊരുക്കി എടുക്കുന്നതിനിടയിലാണ് 3 അംഗ സംഘം പിടിയിലാകുന്നത്. നാളുകളായി പട്ടം കോളനി മേഖലയിൽ നടന്നിട്ടുള്ള പല ചന്ദനമോഷണത്തിനും പിന്നിൽ 2 സംഘമാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് പിടിയിലായവർ വനപാലകരോട് പറഞ്ഞു. ചൊവ്വാഴ്ച കല്ലാർ വനംവകുപ്പ് പിടിച്ചെടുത്ത 45 കിലോ ചന്ദനം 30,000 രൂപയ്ക്ക് അങ്കിൾ വാങ്ങി സൂക്ഷിച്ചിരുന്നതാണെന്ന് വനപാലകർ പറഞ്ഞു. ചോറ്റുപാറ കളത്തിൽ അങ്കിൾ എന്ന് വിളിക്കുന്ന ബാബു ജോസഫ് ലഗീരന്റെ പക്കൽ നിന്ന് വാങ്ങി തന്റെ വീടിന് സമീപത്തെ ആൾതാമസമില്ലാത്ത വീട്ടിൽ ഒളിച്ചുവെച്ച ചന്ദനമാണ് ചൊവ്വാഴ്ച 3 അംഗ മോഷണ സംഘത്തിന്റെ തെളിവെടുപ്പിനിടയിൽ കണ്ടെടുത്തത്. കേസിലെ പ്രധാനിയും കർണാടകയിലേക്ക് കടന്നിട്ടുള്ള ലഗീറിന്റെ കയ്യിൽ നിന്നുമാണ് അങ്കിൾ ചന്ദനം വാങ്ങാറ് പതിവ്. ലഗീറിനെ പിടികൂടിയാലേ കൂടുതൽ വിവരങ്ങൾ അറിയാനാവൂ. മുണ്ടിയരുമയിൽ നിന്ന് മുറിച്ച ചന്ദനം ലഗീറിനും മറ്റൊരാളും കൂടി രാമക്കൽമേട് തെള്ളിയിൽ ഹസൻ കുഞ്ഞിന് വിൽക്കുകയായിരുന്നു. രാമക്കൽമേട് ഭാഗത്തു നിന്ന് വരുന്ന ചന്ദനം കൂടുതലും വാങ്ങുന്നത് ഹസൻ കുഞ്ഞാണ്. മുണ്ടിയരുമയിലെ ചന്ദനം 2 ദിവസങ്ങളിലായി ഹസൻ കുഞ്ഞും അങ്കിളുമാണ് വാങ്ങിയത്. രണ്ടാമത് കൊണ്ടുവന്ന ചന്ദനം ചെത്തി ഒരുക്കുന്നതിനിടയിലാണ് പോലീസിന്റെ കമാൻഡോ വിങ്ങിലെ അംഗമായിരുന്ന തൊടുപുഴ ഉടുമ്പന്നൂർ ചെരുവുപറമ്പിൽ സ്വദേശി സുനീഷ് ചെറിയാനെ കഴിഞ്ഞ 11-ന് അറസ്റ്റ് ചെയ്തത്. 12 അംഗ സംഘം 2 ടീമായി തിരിഞ്ഞാണ് മോഷണങ്ങളൊക്കെയും നടത്തുന്നത്. 2 സംഘത്തിൽ ഉൾപ്പെട്ട 6 പേരെയാണ് പിടികൂടാനായത്. തിങ്കളാഴ്ച പിടികൂടിയ 5 പേരിൽ 4 പേരെ റിമാൻഡ് ചെയ്തു. ഡയാലിസിസ് രോഗിയായതിനാൽ അങ്കിളിന് കോടതി ജാമ്യം അനുവദിച്ചു. അങ്കിളിന്റെ ഉടമസ്ഥതയിലുള്ള 2 കാറുകളാണ് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത്. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റുള്ളവരുടെ പങ്കിനെപ്പറ്റി പറഞ്ഞതും 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തതും. ചൊവ്വാഴ്ച പിടിച്ചെടുത്ത 45 കിലോ ചന്ദനം വെള്ളയും പച്ചയുമായതിനാലാണ് വിൽക്കാതെ അയൽപ്പക്കത്തെ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ സൂക്ഷിച്ചതെന്നും ഇവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.